+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 10 സ്ട്രെയിറ്റ് ലൈൻസ് പാർട്ട് 4. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് 10.1 എക്സസൈസിലെ 13 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ, വിവിധ തരം ലൈനുകളുടെ ഇക്വേഷൻസ്. ഫോർ ദിസ് കൺസിഡർ ദ ലൈൻ. ഇറ്റ് ഈസ് എ ലൈൻ. എന്താണ് ഈ ലൈനിൻ്റെ പ്രത്യേകത? ഈ ലൈൻ പോകുന്ന പോയിൻ്റുകൾ ദ 1 0, ഇവിടെ 1 1 1 2 1 3 1 4 1 -1, ഇതിൻ്റെ ഇടയിലെ പോയിൻറ്റും കൂടി ഉണ്ടായിരിക്കും 1 -1.5. ഇങ്ങനെയുള്ള വിവിധ പോയിൻ്റുകളിലൂടെയാണ് ഈ ലൈൻ പാസ് ചെയ്യുന്നത്. ഇനി ഈ ലൈനിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഈ പറഞ്ഞത് 1 0 1 1 1 2 1 3 1 4 എന്ന് പറഞ്ഞാൽ ഇതെന്ന് നാം കൺക്ലൂഡ് ചെയ്യേണ്ടത് എക്സ് കോർഡിനേറ്റ് 1 ആണ് എന്നതാണ്. ഈ ഭാഗത്ത് എക്സ് കോർഡിനേറ്റ് 1. നമുക്കിനി മറ്റൊരു ഇക്വേഷൻ നോക്കാം. ഇവിടെയും പ്രത്യേകത, ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റുകൾ 2 0 2 1 2 2 2 3 2 -1 എല്ലാറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് സ്ഥിരമായ ഒരു നമ്പറാണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇതിന് പകരം നമുക്ക് മറ്റൊരു ലൈൻ നോക്കാം. ഇതാ എക്സിൻ്റെ വാല്യൂ എല്ലായിടത്തും 3 ആണ്. 3 0 3 1 3 2 3 3 എക്സെട്ര. ഇനി മറ്റൊന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു ഈ ഭാഗത്തെല്ലാം 4 0 4 1 4 2 അതേ രീതി. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം -2 0 -2 1 -2 2 ഇതേ രീതിയിൽ. ഇനി മറ്റൊന്ന്, അതും അതേ -1 0. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇങ്ങനെയുള്ള ലൈനിൻ്റെ എല്ലാ സ്ഥലത്തും വരുന്ന പോയിൻ്റുകൾ ഒരു സ്ഥിരമായ നമ്പറാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെയും കൂടി സൂചിപ്പിക്കാം. അതായത് ഇതൊരു കുത്തനെ വരുന്ന വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈൻ, ആ വെർട്ടിക്കൽ ലൈനിനെ അതായത് എക്സ് ഈക്വൽ ടു ഈ ഭാഗത്തുള്ള വാല്യൂ ഒക്കെ ഈക്വലാണ്. അതുകൊണ്ട് നമുക്കിതിനെ പറയാം ഇതൊരു വെർട്ടിക്കൽ ലൈൻ. അതായത് അവിടുത്തെ പ്രത്യേകത എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇവിടെ 2 ആണെന്ന് മാത്രം. അപ്പോൾ ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതായത് നമുക്കത് മറ്റൊരു രീതിയിൽ പറയാം. ഇതാ ഇപ്പോൾ ഒരു ലൈനാണ്. ആ ലൈനിൻ്റെ പ്രത്യേകത, ആ ലൈനിൻ്റെ ഡിസ്റ്റൻസ്, എല്ലാ ഡിസ്റ്റൻസും ഈക്വലാണ്. എക്സ് ഈക്വൽ ടു എ. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. അതുകൊണ്ട് നമുക്കിതിനെ പറയാം വെർട്ടിക്കൽ ലൈൻ. ആ വെർട്ടിക്കൽ ലൈൻ ഹിയർ എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യം ഒന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കാം. എന്താണ് വെർട്ടിക്കൽ ലൈൻ? അപ്പോൾ ഒന്നാമത്തെ കേസ് വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ എഴുതേണ്ടത്, നോട്ടിലേക്ക് എഴുതേണ്ടത്, ഇക്വേഷൻ ഓഫ് എ ലൈൻ parallel to y-axis is called vertical line. The equation of vertical line is x equal to a where a is a constant. ഇപ്പോൾ ഈ ബ്ലൂ ലൈൻ, ഈ ലൈൻ ഇങ്ങോട്ട് നീങ്ങുമ്പോഴാണ് എക്സ് ആക്സിസ് വൈ ആക്സിസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ വാല്യൂ എക്സ് ഈക്വൽ ടു എ എന്നുള്ളത് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് നമുക്ക് പറയാം ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ് ഈസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നോട്ടായിട്ട് എഴുതേണ്ടത് ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ് ഈസ് എക്സ് ഈക്വൽ ടു 0. നമുക്കിനി അടുത്ത ഒന്ന് നോക്കാം. അനദർ സെറ്റ്. ഇവിടെ ഒരു ലൈൻ. ഈ ലൈനിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ ഈ ഹൈറ്റ് എല്ലാം ഈക്വലാണ്. അതായത് ഇവിടുത്തെ പോയിൻ്റ് നമുക്കറിയാം 0 1, ഇവിടെ 0 0 1, ഇത് ഇവിടെയും അത് 1 1, ഇത് 2 1 3 1 4 1 5 1 എല്ലായിടത്തെയും വൈ കോർഡിനേറ്റ് സെയിം ആണ്. നമുക്കിനി മറ്റൊരു ലൈൻ നോക്കാം. ഇവിടെ അത് എല്ലാ ഭാഗത്തും ഹൈറ്റ് ഈക്വലാണ്. 1 2 2 2 3 2 -2 2 എല്ലായിടത്തും വൈ കോർഡിനേറ്റ് സെയിം. അനദർ ലൈൻ വൈ കോർഡിനേറ്റ് സെയിം, എല്ലായിടത്തും 3 ആണ്. ദെൻ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലായിട്ട് ഇതാ ഈ ലൈൻ അതായത് എല്ലായിടത്തും വൈ കോർഡിനേറ്റ് സെയിം ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് ഇത്തരം ലൈനിനെ
നമുക്ക് പറയാവുന്നത്, ഇത്തരം ലൈനിന് നമുക്ക് പറയാൻ പറ്റുന്ന കേസ്, അതായത് ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ, ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ. ഇനി ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ പ്രത്യേകത y = b a കോൺസ്റ്റൻറ്റ്. ഈ ഹൈറ്റ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. അതിനാണ് നാം പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ. ദെൻ നമുക്ക് വേറൊരു രീതിയിലും കൂടി ഒന്ന് പരിശോധിക്കാം. ലൈൻ ഇതാ ജനറൽ കേസ്, ഒരു ലൈൻ. ആ ലൈനിൻ്റെ പ്രത്യേകത, ആ ലൈനിൽ ആ ഡിസ്റ്റൻസ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. y = b. എന്താണ് b? എ കോൺസ്റ്റൻറ്റ്. ഇതിനാണ് നാം പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ. y = b, ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ഇനി എന്താണ് b? b ഈസ് എ കോൺസ്റ്റൻറ്റ്. y = b എ കോൺസ്റ്റൻറ്റ്. നമുക്ക് ഈ കാര്യം ഒന്ന് എഴുതാം. ഹൊറിസോണ്ടൽ ലൈൻ, നോട്ടിലേക്ക് എഴുതേണ്ടത് ഹൊറിസോണ്ടൽ ലൈൻ. ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ parallel to x-axis is called horizontal line. The equation of horizontal line is y = b, where b is a constant. ഈ ഫിഗർ വരച്ച് x ഡാഷ് y ഡാഷ് y ഡാഷ് എല്ലാം വയ്ക്കാം. y = b. ഈ y = b എന്നുള്ളത് y = 0 ആയെങ്കിൽ അത് x ആക്സിസ് ആയിട്ട് മാറുന്നു. അതാണ് ഇവിടെ നാം നോട്ടായിട്ട് എഴുതിയിട്ടുള്ളത്. നോട്ട്, ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് ഈസ് y = 0. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോയിൻ്റ് സ്ലോപ്പ് ഫോം. അതിനു വേണ്ടിയിട്ട് ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണുന്നതിന് മുൻപ് നമുക്കൊരു ലൈൻ ഒന്ന് വരയ്ക്കാം. ഇതൊരു ലൈനാണ്. ലൈൻ എന്താണ് ഈ ലൈനിൻ്റെ പ്രത്യേകത? ഈ ലൈൻ ഹൊറിസോണ്ടലുമല്ല, അതേപോലെ തന്നെ വെർട്ടിക്കലുമല്ല. അതാണ് ആ ലൈനിൻ്റെ പ്രത്യേകത. ഒരേ സമയം ഹൊറിസോണ്ടലും അല്ല, വെർട്ടിക്കലുമല്ല. നമുക്ക് ആ ലൈനിനെ പേര് കൊടുക്കാം. എൽ ആണ് ലൈൻ. ഹൊറിസോണ്ടലുമല്ല, അതുപോലെ തന്നെ വെർട്ടിക്കലുമല്ല. അതുകൊണ്ട് ആ ലൈനിൽ ഇവിടെ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. പോയിൻ്റ് ക്യാപിറ്റൽ എ എന്ന പോയിൻ്റ്. ആ പോയിൻറ്റിൻ്റെ പ്രത്യേകത എക്സ് കോർഡിനേറ്റ് x1, y കോർഡിനേറ്റ് y1. ഇവിടെ x1 y1 എന്ന് തന്നാൽ അതിൻ്റെ അർത്ഥം സഫിക്സ് ഉണ്ട്, x1 y1. അതായത് അതൊരു ഗിവൺ പോയിൻ്റാണ്. എ എന്ന പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് എൽ. ഇങ്ങനെയാണെങ്കിൽ എയിലൂടെ പോകുന്ന ലൈനിൻ്റെ മാത്രം ആണ് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എയിലൂടെ ധാരാളം പോയിൻറ്റ്സ് വരയ്ക്കാം. എയിലൂടെ നമുക്ക് ധാരാളം പോയിൻറ്റ്സ് ഇപ്പോൾ തന്നെ വരയ്ക്കാം. എയിലൂടെ ഒരു ലൈൻ, ഇത് എയിലൂടെ പോകുന്ന ലൈനാണ്, ഇത് എയിലൂടെ പോകുന്ന ലൈനാണ്, ഇതാ എയിലൂടെ മറ്റൊരു ലൈൻ പോകുന്നു. Therefore we can draw infinite number of lines passing through capital A. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനാവില്ല, ഇത് യുണീക്കായിട്ടുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡാറ്റ കൂടി ആവശ്യമുണ്ട്. അതായത് ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ നാം വരയ്ക്കുന്നത് 2 ഡയമെൻഷണൽ കേസിലാണ് ഈ ലൈൻ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലൈനിന് 2 ഡാറ്റകൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ലൈൻ ഇതുപോലെ ഈ ഫിഗറിൽ കാണുന്ന പോലെ നിലനിർത്തണമെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ കൂടെ ഒരു സ്ലോപ്പ് കൂടി കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ സ്ലോപ്പ് എം ആണ് തന്നിരിക്കുന്നത് എങ്കിൽ നമുക്കറിയാം ആ ലൈൻ നമുക്ക് ഫിക്സ് ചെയ്യാം. അതായത് ഈ ലൈൻ യുണീക്കാക്കി മാറ്റാം. ഇപ്പോൾ നേരത്തെ നമ്മൾ എയിലൂടെ ധാരാളം ലൈൻ വരച്ചു, എയിലൂടെ പാസ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം സ്ലോപ്പ് എം വ്യത്യസ്തമായിരുന്നു. ഇനി അതേസമയം ഇതേ ചെരുവിൽ ഇതിങ്ങനെ മാറ്റുമ്പോൾ, അതായത് ഇതിന് പാരലായ ഒരു ലൈൻ വരച്ചാൽ സ്ലോപ്പ് സെയിം ആയിരിക്കും, പക്ഷേ അത് എയിലൂടെ പാസ് ചെയ്യില്ല. അപ്പോൾ ഒരേ സമയം എയിലൂടെ പാസ് ചെയ്യുന്നതും എന്നാൽ അതേ സമയം സ്ലോപ്പ് എമ്മും വരുന്ന നമുക്ക് ഒരേ ഒരു ലൈൻ മാത്രമേ കാണാൻ സാധിക്കൂ. അതായത് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ആ ലൈൻ പാസ് ചെയ്യുന്ന എല്ലാ പോയിൻറ്റുകളും ആയിരിക്കും അത്.
ഈ ലൈനിലെ പോയിൻ്റുകളെല്ലാം ലൈനിൻ്റെ പൊതുവായ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഈ കേസിൽ നമുക്കൊരു പോയിൻറ്റും കൂടി ഇവിടെ കണ്ടുപിടിക്കാം, അതായത് ജനറൽ പോയിൻ്റ്. അപ്പോൾ നമുക്കവിടെ അതിന് ജനറൽ പോയിൻറ്റിനെ നാം സൂചിപ്പിക്കുക പി, ക്യാപിറ്റൽ പി എക്സ് വൈ, അതായത് ജനറൽ സഫിക്സ് ഉണ്ടാവില്ല എന്നർത്ഥം. എക്സ് വൈ എനി പോയിൻ്റ്, ആർബിട്രറി പോയിൻ്റ്. ഇപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടി, കൂടാതെ സ്ലോപ്പ്, ഈ ലൈനിൻ്റെ സ്ലോപ്പും കിട്ടി, ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിൻറ്റും കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഡാറ്റയ്ക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് കൺസിഡർ എ ലൈൻ, കൺസിഡർ എ ലൈൻ, എൽ, ലൈനിൻ്റെ പേര് എൽ, passes through capital A x1 y1 with slope m, കൂടാതെ P any point ആണ്, any arbitrary point. Let capital P xy be any point on the line L. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗിവൺ കണ്ടീഷൻ ഉണ്ട്, അതായത് ഒരു പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്, സ്ലോപ്പും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്, എയും പിയും. അപ്പോൾ ആ സ്ലോപ്പ് ഒന്ന് കാണാം നമുക്ക്. സ്ലോപ്പ് ഓഫ് എ പിയുടെ സ്ലോപ്പ് എന്തായിരിക്കും? എ പിയുടെ സ്ലോപ്പ് y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1. ഈ സ്ലോപ്പ് തന്നെയാണ് എം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1 ഈക്വൽ ടു എം. ഒന്ന് ഓർഡറാക്കി മാറ്റിയാൽ y മൈനസ് y1 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ. ഈ ലൈനിൻ്റെ ഇക്വേഷന്, അതായത് ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഒരു ലൈനാണ്. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിൻ്റുകൾ നമുക്കറിയാം. അതായത് ഈ ലൈനിനെ നമുക്ക് ഇങ്ങനെയും കൂടി സൂചിപ്പിക്കാം, അതായത് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിൻ്റ്. പോയിൻറ്റിൻ്റെ പ്രത്യേകത x1 y1 ഹാവിങ് സ്ലോപ്പ് എം. ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ, അതായത് പോയിൻ്റ് സ്ലോപ്പ് ഫോം. ഒരു പോയിൻറ്റും തന്നിരിക്കും, സ്ലോപ്പും തന്നിരിക്കും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ ലൈനിന് 2 ഡാറ്റകളാണ് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ ഒരു പോയിൻ്റ്, ഗിവൺ പോയിൻ്റ് x1 y1 വിത്ത് സ്ലോപ്പ് എം. ദെൻ അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്കിവിടെ ഒരു ലൈൻ, ഈ ലൈനിൽ ഇവിടെ തന്നിരിക്കുന്നത് ഇത് നമ്മുടെ കാണാനുള്ള ലൈനാണ്. ആ ലൈനിനും നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ നമുക്കതിന് പേര് കൊടുക്കാം. പേര് എൽ, എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലൈനിൻ്റെ പേര് എൽ. ഇനി ഈ ലൈനിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത്, അതായത് ഒരു പോയിൻ്റ് ഇവിടെ എ എന്ന ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്ന പോലെ തന്നെ എ എന്ന പോയിൻ്റ്, എ x1 y1. x1 y1 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഗിവൺ പോയിൻ്റാണ്. ഇപ്പോൾ 2 3 പോലെ ജനറൽ പോയിൻ്റ് അല്ല, പർട്ടിക്കുലർ പോയിൻ്റ്. ഇനി നമുക്കിവിടെ ഒരു ഡാറ്റ കൂടി വേണമെന്ന് സൂചിപ്പിച്ചു. നമുക്ക് അടുത്ത് തന്നിരിക്കുന്ന സ്ലോപ്പ് ആണെങ്കിൽ പഴയ രീതിയിൽ തന്നെ ഇക്വേഷൻ കിട്ടും, പോയിൻ്റ് സ്ലോപ്പ് ഫോം. എന്നാൽ അതിന് പകരം മറ്റൊരു ഡാറ്റയാണ് ഇവിടെ തരുന്നത്, ക്യാപിറ്റൽ ബി. അതും തന്നിരിക്കുന്ന പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സഫിക്സ് 2 ആക്കി മാറ്റിയാൽ മതി, അതായത് x2 y2. ഇപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഈ 2 പോയിൻറ്റും തന്നതുകൊണ്ട് എയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്തിട്ടുള്ള ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ഒറ്റ ലൈനേ വരയ്ക്കാൻ പറ്റൂ, അതാണ് ഗിവൺ എൽ. അങ്ങനെയുള്ള ലൈൻ എൽ ആണ്. നമുക്ക് ഇതിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ കാണാൻ നമ്മളിവിടെ കഴിഞ്ഞ കേസിൽ ഉപയോഗിച്ച പോലെ തന്നെ 2 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഇക്വേഷൻ കാണാം. നമ്മൾ അതിന് വിഭിന്നമായിട്ട്
നമുക്കറിയാം പി എന്ന ജനറൽ പോയിൻ്റ് ഏതൊരു ഇക്വേഷനിലും എപ്പോഴും ഉണ്ടായിരിക്കും. ആ പോയിൻ്റാണ് ആർബിട്രറി പോയിൻ്റാണ് പി എക്സ് വൈ, എനി പോയിൻ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാവുന്നത് എ എന്ന ഗിവൺ പോയിൻ്റ് ഉണ്ട് x1 y1, ബി എന്ന മറ്റൊരു ഗിവൺ പോയിൻ്റ് ഉണ്ട് x2 y2 ഉണ്ട്, പിന്നെ ജനറലായ പി എന്ന പോയിൻ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതാം, അതായത് കൺസിഡർ എ ലൈൻ, കൺസിഡർ എ ലൈൻ, ആ ലൈൻ്റെ പേര് എൽ, which passes through പോകുന്ന പോയിൻ്റ് two given points capital A x1 y1, capital B x2 y2, ഈ രണ്ട് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് എൽ. കൂടാതെ നമുക്കറിയാം ജനറൽ പോയിൻറ്റിന് എപ്പോഴും പി എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി പറയാം, ലെറ്റ് ക്യാപിറ്റൽ പി എക്സ് കോമ വൈ ബി എനി പോയിൻറ്റ്, എനി ആർബിട്രറി പോയിൻറ്റ്, എനി പോയിൻറ്റ് ഓൺ എൽ, ഓൺ ദ ലൈൻ എൽ. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം നമുക്ക് അറിയാവുന്നത് എ ബി രണ്ട് പോയിൻ്റാണ്, രണ്ട് ഗിവൺ പോയിൻ്റാണ്, പി ജനറൽ പോയിൻ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എയും പിയും ബിയും കൊളീനിയറാണ് എന്ന കണ്ടീഷൻ. അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, ദെൻ സ്ലോപ്പ് ഓഫ്, നമുക്ക് സ്ലോപ്പ് കാണാൻ അറിയാം, രണ്ട് പോയിൻ്റ് കിട്ടിയാൽ സ്ലോപ്പ് ഓഫ് എ പി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ ബി. എ ബിയുടെ സ്ലോപ്പും എ പിയുടെ സ്ലോപ്പും ഈക്വലാണ്. എന്താണ് എ പിയുടെ സ്ലോപ്പ്? x1 y1 xy, അതായത് y മൈനസ് y1 ബൈ x മൈനസ് x1. അതായത് നമുക്ക് എഴുതാവുന്നത് y മൈനസ് y1 ബൈ x മൈനസ് x1. ഇതാണ് എ പിയുടെ സ്ലോപ്പ്. ഇനി എ ബിയുടെ സ്ലോപ്പോ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് ഓർഡർ ആക്കാം. നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ്റെ കേസിൽ ആവശ്യമായിട്ട് വരുന്ന ഫോർമുല y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. നമുക്കിത് ഫോർമുല പലപ്പോഴും ഉപയോഗിക്കുമ്പോഴും എളുപ്പമാണ്. y1 ഒരുപോലെ വരും, x1 ഒരുപോലെ വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ നമ്പർ ആയിരിക്കും, കാരണം ഇത് രണ്ടും സഫിക്സ് ആണ്. അപ്പോൾ ഇതാണ് രണ്ട് പോയിൻ്റ് തന്നാൽ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഫോർമുല. അതായത് ഇതിൻ്റെ അർത്ഥം ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ടു ഗിവൺ പോയിൻറ്റ്സ്. ആ ടു ഗിവൺ പോയിൻറ്റ്സ് ആണ് ഇവിടെ 2 പോയിൻ്റ് ഫോം എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഈ 2 പോയിൻ്റ് ഫോം എന്ന ഹെഡിങ്ങിന് തന്നെ കാരണം രണ്ട് പോയിൻ്റ് ഇവിടെ തന്നിരിക്കും എന്നർത്ഥം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇനി മറ്റൊരു ലൈൻ നോക്കാം. ഇവിടെ ഒരു ഉള്ള ലൈൻ, അതായത് ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈനിൻ്റെ പ്രത്യേകത, ആ ലൈനിന് ഒരു സ്ലോപ്പ് തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ ലൈനിൻ്റെ പേരൊക്കെ ഒന്ന് ആദ്യം കൊടുക്കാം. ലൈൻ എല്ലാണ്. ആ ലൈനിന് തന്നിരിക്കുന്ന ഡാറ്റകൾ എൽ എന്നുള്ള ലൈനിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, എം ആണ് സ്ലോപ്പ്. ഇനി എം ആണ് സ്ലോപ്പ് എന്ന് തന്നിട്ടുണ്ട്. കൂടാതെ അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, അതായത് ഒറിജിനിൽ നിന്ന് ഈ വൈ ആക്സിസിനെ കട്ട് ചെയ്തിട്ടാണ് ലൈൻ പോകുന്നത്. ആ സമയത്തുള്ള ഡിസ്റ്റൻസാണ് തന്നിരിക്കുന്ന മറ്റൊരു ഡാറ്റ. അതായത് ഈ പോയിൻ്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ് തന്നിരിക്കുന്ന സി. ഇങ്ങനെ രണ്ട് ഡാറ്റകളാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം 2 ഡയമെൻഷണൽ ഫിഗറിൽ രണ്ട് ഡാറ്റകളാണ് നമുക്ക് എല്ലായ്പ്പോഴും ആവശ്യം. അതിന് തന്നിരിക്കുന്ന ഒന്ന് സ്ലോപ്പ്, തന്നിരിക്കുന്ന ലൈനിന് സ്ലോപ്പ് ഉണ്ട്. നമുക്കറിയാം ഈ സ്ലോപ്പ്, ഈ ലൈൻ ഇങ്ങനെ പാരലായിട്ട് മാറ്റിയാൽ ഈ സി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫോർ എ പർട്ടിക്കുലർ സി, ഫിക്സഡ് സി, ദ ലൈൻ എൽ ഈസ് കോൺസ്റ്റൻറ്റ്. എൽ ഈസ് എ ഫിക്സഡ് ലൈൻ. അതുകൊണ്ട്
നമുക്ക് ഈ കേസിൽ ഇവിടുത്തെ കോർഡിനേറ്റ്സ് പറയാം. ഡിസ്റ്റൻസ് സി ആയതുകൊണ്ട് വൈ ആക്സിസിലെ പോയിൻ്റ്, ഇത് വൈ ആക്സിസാണ്. വൈ ആക്സിസിലെ പോയിൻറ്റിൻ്റെ പ്രത്യേകത അറിയാം. വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും എന്നർത്ഥം. വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0C എന്ന പോയിൻ്റായിട്ട് നമുക്കിതിനെ മാറ്റാം. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്, കൂടാതെ സ്ലോപ്പും കിട്ടിയിട്ടുണ്ട്. അതായത് പോയിൻ്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ച് നമുക്ക് ഈ ലൈൻ എല്ലിൻ്റെ ഇക്വേഷൻ കാണാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് എഴുതാം. കൺസിഡർ എ ലൈൻ. കൺസിഡർ എ ലൈൻ. ആ ലൈൻ്റെ പേര് എൽ വിത്ത് സ്ലോപ്പ് എം. വിത്ത് സ്ലോപ്പ് എം. ലൈൻ എൽ വിത്ത് സ്ലോപ്പ് എം. കട്ട്സ് ദ വൈ ആക്സിസ്. വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നത്. വൈ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് സി ഫ്രം ദ ഒറിജിൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാനുള്ളത്, അതായത് ഒരു ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുമ്പോഴുള്ള വൈ കോർഡിനേറ്റിനെ നാം പറയുന്ന പേരാണ് വൈ ഇൻ്റർസെപ്റ്റ്. ഏത് ആക്സിസിനെയാണോ ലൈൻ കട്ട് ചെയ്യുന്നത് ആ സമയത്തുള്ള ആ കോർഡിനേറ്റ്സിനെയാണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സി എന്നുള്ളതിനെ എന്തുകൂടി പറയാം? വൈ ഇൻ്റർസെപ്റ്റ് എന്നുകൂടി പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ യൂസിങ് 1 പോയിൻ്റ് ഫോം നമുക്ക് ഇക്വേഷൻ കാണാം. അപ്പോൾ എഴുതാം യൂസിങ് 1 പോയിൻ്റ് ഫോം. ഒരു പോയിൻറ്റും സ്ലോപ്പും തന്നിരിക്കുന്ന ഇക്വേഷൻ 1 പോയിൻ്റ് ഫോം. 1 പോയിൻ്റ് ഫോം എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ y മൈനസ് x1 എന്ന് പറഞ്ഞാൽ c ആണ്. 0C ആണ് നമ്മുടെ പോയിൻ്റ്. m ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് y മൈനസ് c ഈക്വൽ ടു എം എക്സ് ഓർ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, വേർ സി ഈസ് ദ വൈ ഇൻ്റർസെപ്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ കേസിൽ കണ്ടത് ഒരു ലൈനിന് കിട്ടുന്നത് സ്ലോപ്പും അതുപോലെ തന്നെ വൈ ഇൻ്റർസെപ്റ്റും തന്നാൽ കാണേണ്ട ഫോർമുല y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് തന്നിരിക്കുന്നത് വൈ ഇൻ്റർസെപ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത ഫോർമുല സ്വാഭാവികമായിട്ടും എക്സ് ഇൻ്റർസെപ്റ്റ് തരുന്ന ഫോമായിരിക്കും. അതും ഇൻ്റർസെപ്റ്റ് ഫോം തന്നെയാണ്. നമുക്കിവിടെ ഈ കേസിൽ ഉള്ളത് ആ ലൈനിൻ്റെ പ്രത്യേകത, അതിനെ കട്ട് ചെയ്യുന്നത് എക്സ് ഇൻ്റർസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ലൈനിനെ ഇങ്ങനെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. ആ ലൈനിനെ നാം ഇതേ രീതിയിലാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലൈനും നേരത്തെ പോലെ തന്നെ നമുക്ക് പേര് എൽ എന്ന് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ സ്ലോപ്പ് എം ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വൈ ഇൻ്റർസെപ്റ്റാണ് തന്നത്. അതായത് പോയിൻ്റ് ഒറിജിനിൽ നിന്ന് വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് കഴിഞ്ഞ തവണ തന്നത്, ആ ഡിസ്റ്റൻസ്. അതേപോലെ ഇവിടെ തരുന്നത് ഡിസ്റ്റൻസ് ഡി ആണ്. അതായത് ഒറിജിനിൽ നിന്ന് ലൈനിനെ കട്ട് ചെയ്യുന്ന എക്സ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസാണ് ഇവിടെ തന്നിരിക്കുന്ന ഡി. അതുകൊണ്ട് കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന ഭാഗത്തുള്ള എക്സ് കോർഡിനേറ്റ് നമുക്കറിയാം. എന്തായിരിക്കും എക്സ് കോർഡിനേറ്റ്? ഡി ആയിരിക്കും. പിന്നെ എപ്പോഴും അറിയാം എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് D0 എന്ന പോയിൻറ്റിലൂടെയായിരിക്കും നമ്മുടെ ലൈൻ എൽ കടന്നു പോകുന്നത്. നമുക്കതിനനുസരിച്ച് 1 പോയിൻ്റ് ഫോം ഉപയോഗിച്ച് ഫോർമുല ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യം എന്നുള്ള എഴുതാം. കൺസിഡർ എ ലൈൻ എൽ
with slope m. With slope m. Cuts the x-axis. Cuts the x-axis at a distance. At a distance d from the origin. From the origin. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒറിജിനിൽ നിന്ന് കട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ആ ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിയിലാണെങ്കിൽ അതിനെയാണ് നാം പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിൻ്റ് തന്നിട്ടുണ്ട്. ഒരു പോയിൻറ്റും സ്ലോപ്പും തന്നിട്ടുണ്ട്. പോയിൻ്റ് D0, സ്ലോപ്പ് M. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോർമുല യൂസിങ് 1 പോയിൻ്റ് ഫോം. Using 1 point form. Using 1 point form. 1 point form ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. y minus y1 equal to m into x minus x1. അതായത് y minus 0 equal to m into x minus d. ഒന്ന് മാറ്റി എഴുതിയാൽ y equal to m into x minus d. ഇതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ഹിയർ ഗിവൺ സ്ലോപ്പ് ആൻഡ് എക്സ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റും സ്ലോപ്പും തന്നാൽ ഇക്വേഷൻ കാണുന്ന മെത്തേഡ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് 6 ഫോർമുലയാണ്. ഒന്ന് ആദ്യം പഠിച്ചത് പോയിൻ്റ് സ്ലോപ്പ് ഫോം, ദെൻ 2 പോയിൻ്റ് ഫോം, ദെൻ ഇൻ്റർസെപ്റ്റ് ഫോം 2 തരത്തിൽ, പിന്നെ ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ. നമുക്ക് ഇതിൻ്റെ ഏതാനും എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ -2, 3 വിത്ത് സ്ലോപ്പ് 4. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പ് -4 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. അതായത് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഡയറക്റ്റ് ഫോർമുലയാണ്. അപ്പോൾ y1 എന്നുള്ളിടത്ത് നമുക്ക് 3 എന്ന് കൊടുക്കാം. സ്ലോപ്പ് കാണുന്നിടത്ത് m കാണുന്നിടത്ത് -4 കൊടുക്കാം. ദെൻ x മൈനസ് -2. On simplification, y minus 3 equal to minus 4x minus 8. എപ്പോഴും നാം എക്സ് ടേം ഫസ്റ്റ് പോസിറ്റീവ് ആക്കിയാണ് എഴുതാറ്. 4x plus y plus 5 equal to 0 is the required equation of the line. കൂടാതെ ഈ 2, 3യിലൂടെ -2, 3യിലൂടെ പാസ് ചെയ്യുന്ന ലൈനായിരിക്കും ഇത്. കൂടാതെ സ്ലോപ്പ് -4 ആയിരിക്കും എന്നർത്ഥം. അതായത് നേരത്തെ നാം സൂചിപ്പിച്ച ആ ലൈനിൻ്റെ ഓൾജിബ്രൈക്ക് മെത്തേഡിലാണ് ഈ ലൈനിന് ഇവിടെ കണ്ടിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ് 1 - 1 3 5. അപ്പോൾ ഇവിടെ 2 പോയിൻ്റ് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇക്വേഷൻ ഓഫ് എ ലൈൻ, equation of a line in 2 point form. 2 point form. 2 point form is y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു x1 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ വരും, y1 ഒരുപോലെ വരും. അത് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഇവിടെ വളരെ എളുപ്പമായിരിക്കും. y മൈനസ് -1 ബൈ ഇവിടെ അത് -1 എന്ന് എഴുതാം. ഇനി y2 മാത്രമേ നമ്മൾ നോക്കാനുള്ളൂ, 5.
ഈക്വൽ ടു എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതേ x1 തന്നെയാണ് ഡിനോമിനേറ്ററിൽ. പിന്നെ ഇവിടെ x2 എന്ന് പറഞ്ഞാൽ 3. അതായത് y പ്ലസ് 1/6 ഈക്വൽ ടു എക്സ് മൈനസ് 1/2. ഇക്വേഷനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. y പ്ലസ് 1/3 ഈക്വൽ ടു എക്സ് മൈനസ് 1. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y പ്ലസ് 1 ഈക്വൽ ടു 3x മൈനസ് 3. On simplification we get equation of the line. Equation of the line. Equation of the line. Of the line is നമുക്കൊന്ന് ഓർഡർ ആക്കാം. എക്സ് ഫസ്റ്റ്, അതായത് 3x മൈനസ് y പ്ലസ് 4 ഈക്വൽ ടു 0. പ്ലസ് 4 അല്ല, മൈനസ് 4 ഈക്വൽ ടു 0. 3x മൈനസ് 5 മൈനസ് 4 ഈക്വൽ ടു 0 ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അപ്പോൾ ഈ സെക്ഷനിൽ നാം പഠിച്ചത് ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, ദെൻ പോയിൻ്റ് സ്ലോപ്പ് ഫോം, 2 പോയിൻ്റ് ഫോം, കൂടാതെ ഇൻ്റർസെപ്റ്റ് ഫോം, given x intercept and another case y intercept. Thank you. Have a nice day.